മുന്നയും അവന്റെ അമ്മയും സിറ്റിയിലുള്ള ഒരുപാട് ചവറ്റുകുട്ടകളിൽ നിന്ന് പ്ലാസ്റ്റിക് ബോട്ടിൽസ് കൊണ്ടുവന്നു. ആ പ്ലാസ്റ്റിക് ബോട്ടിൽസ് എല്ലാം വിറ്റ് അവർ കുറച്ച് പൈസ സമ്പാദിച്ചു കൊണ്ടിരുന്നു. അവർ രണ്ടുപേരും ഒരു ചെറിയ കുടിലിൽ ജീവിച്ചുകൊണ്ടിരുന്നു. മുന്ന കുറച്ചു കുറച്ച് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അവന് ചവറ് പെറുക്കുന്ന ഈ ജോലി ഒട്ടും ഇഷ്ടപ്പെട്ടതില്ല. അമ്മേ, ഞാനിനി വേറെ ജോലി നോക്കാം. ദിവസവും ഇങ്ങനെ ചപ്പുചവറിനുള്ളിൽ ജോലി ചെയ്യുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എനിക്കും ഇത് ഒട്ടും ഇഷ്ടമല്ല മോനെ. പക്ഷേ നിന്റെ അച്ഛൻ നമ്മളെ വിട്ടുപോയതിനു ശേഷം എനിക്ക് വേറെ വഴിയില്ല. അതുകൊണ്ട് വേറെ വഴിയില്ലാതെയാണ് ഈ ജോലി ചെയ്തത്. ഞാൻ ചന്തയിലുള്ളൊരു കടയിൽ സംസാരിച്ചു. സാധനങ്ങളൊക്കെ കയറ്റാൻ ഒരാള് വേണമത്രേ. മാസം 3000 രൂപ ശമ്പളം കിട്ടും. ഇത് നല്ല കാര്യമാ. നിനക്ക് പൈസ സമ്പാദിക്കാൻ പറ്റുമെങ്കിൽ ഈ ചവറ് പെറുക്കുന്ന ജോലിയെ ചെയ്യേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞ് നമ്മൾ ഈ കുടിലിൽ ജീവിക്കേണ്ട ആവശ്യവുമില്ല. എവിടെയെങ്കിലും ഒരു നല്ല വീട്ടിൽ ചെന്ന് ജീവിക്കാം. ആ അമ്മേ, നാളെ തന്നെ ഞാൻ ജോലിക്ക് പോകുക. ശരി മോനെ. മുന്ന ഒരു പുതിയ ജോലി അന്വേഷിച്ചു. അവൻ ആ ജോലി ചെയ്ത് വീടിന്റെ അവസ്ഥ മാറ്റാൻ ശ്രമിച്ചു. അടുത്ത ദിവസം ആ കടയിൽ മുന്ന ജോലിക്ക് ചേർന്നു. അവൻ സാധനങ്ങൾ കൊണ്ടുപോയി വീട് വീടായി അന്വേഷിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. അപ്പൊ ഒരുപാട് പേർ അവന് ടിപ്സും കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷേ മീന ഇപ്പോഴും പ്ലാസ്റ്റിക് എടുക്കുന്ന പണികൾ ചെയ്തുകൊണ്ടിരുന്നു. പല ദിവസം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരുന്നു. മുന്ന സന്തോഷത്തിലായിരുന്നു. അവന് 3000 രൂപ പൈസ കിട്ടാൻ പോകുന്നു എന്ന്. അതുമാത്രമല്ലാതെ അവന് ദിവസം 10 രൂപ 20 രൂപ ടിപ്സും കിട്ടും. ആദ്യ മാസം കടക്കാരൻ മുന്നയ്ക്ക് ആദ്യ ശമ്പളവും കൊടുത്തു, 3000 രൂപ. ആ പൈസ കണ്ട മുന്ന വളരെ സന്തോഷിച്ചു. ആ പൈസ എടുത്ത മുന്ന ഓടി വന്നു വീട്ടിലേക്ക്. ഇതാ അമ്മേ, എന്റെ ആദ്യത്തെ ശമ്പളം. നന്നായിരിക്കും മോനെ. മീനയും സന്തോഷിച്ചു. നാളെ മുതൽ അമ്മ പ്ലാസ്റ്റിക് പെറുക്കണ്ട. ഇനി അമ്മയ്ക്ക് വേണ്ടി ഞാൻ അധ്വാനിച്ചോളാം. അമ്മ വീട്ടിൽ തന്നെ റെസ്റ്റ് എടുക്ക്. ശരി മോനെ. ഇങ്ങനൊരു കുട്ടിയെ ദൈവം എല്ലാവർക്കും കൊടുക്കട്ടെ. മീന മുന്നേ കെട്ടിപ്പിടിച്ചു. മെല്ലെ മെല്ലെ അവരുടെ അവസ്ഥയും മാറാൻ തുടങ്ങിയിരുന്നു. മുന്ന ദിവസം പുറത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നു. മീന വീട്ടിലെ പണികൾ മാത്രം ചെയ്തു. ഒരു ദിവസം മുന്ന അവന്റെ അമ്മയ്ക്കടുത്ത് വന്നു. അമ്മേ, ഞാൻ ചിന്തിക്കുന്നത് നമുക്ക് ഈ വീടങ്ങ് മാറാം. അടുത്ത മാസം മുതൽ മഴ തുടങ്ങും. ഇവിടെ മുഴുവനും വെള്ളമാകും. ടെറസ് മുഴുവനും ദ്വാരമാണ്. വർഷാവർഷമുള്ള മഴയിൽ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. എനിക്കറിയാം മുന്ന. പക്ഷെ ഇപ്പൊ നമ്മുടെ അടുത്ത് വേറെ വഴിയില്ല. നിന്റെ ശമ്പളം 3000 ആണ്. ഈ കുടിലിന് നമ്മൾ 1000 രൂപ വാടക കൊടുക്കുന്നുണ്ട്. 2000 രൂപയിൽ വീടിന്റെ ചിലവുകളും നോക്കുന്നുണ്ട്. നമ്മൾ ഇതിനേക്കാൾ നല്ല വീട് നോക്കിയാൽ വാടകയും 2000 രൂപയുണ്ടാകും. അപ്പൊ നമ്മൾ എങ്ങനെ കഴിക്കും? മുന്ന അമ്മ പറഞ്ഞത് ചിന്തിച്ചുകൊണ്ടിരുന്നു. അവനത് മനസ്സിലാക്കി. പക്ഷെ എന്ത് ചെയ്യണമെന്നും ചിന്തിച്ചു. എല്ലാ ദിവസവും ഞാൻ കടയിൽ തന്നെയാ. അതുകൊണ്ട് വേറെ ജോലിയൊന്നും നോക്കാൻ പറ്റുന്നില്ല. ഞാനും ജോലി ചെയ്യട്ടെ? ഇല്ല അമ്മേ, ഇതുവരെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു. അമ്മ റെസ്റ്റ് എടുത്തോ. നമുക്ക് എന്തെങ്കിലും ഒരു വഴി കിട്ടാതിരിക്കില്ല. ഏതെങ്കിലും ഒരു വീട് കിട്ടും. അവിടെ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കാം. മുന്ന ആലോചിക്കാൻ തുടങ്ങി, നമ്മൾ എവിടെ ഇരിക്കും എന്ന്. വീടിന്റെ വാടക അധികമല്ലാത്ത വീടേത്? അടുത്ത ദിവസം മുന്ന ഒരു ആക്രിക്കടയുടെ മുന്നിലൂടെ നടന്നുകൊണ്ടിരുന്നു. അപ്പൊ അവൻ അവിടെ ഡബിൾ ഡെക്കർ ബസ് കണ്ടു. ഞാൻ സിനിമയിൽ കണ്ടിട്ടുണ്ട് ബസ്സിനെ വീട് പോലെ ആക്കിയിരിക്കുന്നത്. ഞാനും അങ്ങനെ ചെയ്തെടുത്താൽ ഡബിൾ ഡെക്കർ ബസ് ഞങ്ങളുടെ വീടായി മാറും. ആ, അതിനെക്കുറിച്ച് ചിന്തിച്ച് മുന്ന സ്ക്രാപ്പ് ഡീലറുടെ അടുത്ത് ചെന്നു. ചേട്ടാ, ഈ ഡബിൾ ഡെക്കർ ബസ്സിന് എത്രയാ? ഇത് ബസ്സല്ല മോനെ, ബസ്സിന്റെ ബോഡിയാ. ഇതിൽ എഞ്ചിനൊന്നും കാണില്ല. എനിക്ക് ഈ ബസ്സിന്റെ ബോഡി മാത്രം മതി. എനിക്ക് എഞ്ചിൻ വേണ്ട. എഞ്ചിനില്ലാതെ ഈ ബസ് വാങ്ങി നീ എന്ത് ചെയ്യാനാ മോനെ? നിനക്കെന്തിനാ ഇതൊക്കെ? ഈ ബസ്സിന്റെ വില 10000 രൂപയാ. ഒരുപാട് നാളായി ഇതിവിടെ കിടക്കുന്നു. അതുകൊണ്ട് നിനക്ക് ഞാൻ 5000 രൂപയ്ക്ക് തരാം. ശരി ചേട്ടാ, ഞാൻ പോയി പണവും കൊണ്ടുവരാം. ആ ശരി ശരി, പോ. മുന്ന വേഗം വീട്ടിൽ ചെന്നു. അമ്മേ, നമുക്ക് പുതിയ വീട് കിട്ടി. എവിടെ? ഡബിൾ ഡെക്കർ ബസ്സിൽ. എന്ത്? അതെ അമ്മേ, ഞാൻ കണ്ടിട്ടുണ്ട്. ബസ്സിനെ വീടാക്കി മാറ്റും. നമുക്കും അതുപോലെ ചെയ്യാം. മുന്ന സമ്പാദിച്ച എല്ലാ പൈസയും പുറത്തെടുത്തു. അത് എണ്ണാൻ തുടങ്ങി. നമ്മുടെ കയ്യിൽ 4000 രൂപയേ ഉള്ളൂ. എന്നാൽ ആ ഡബിൾ ഡെക്കർ ബസ്സിന് 10000 രൂപയാ. അപ്പൊ മീന അവളുടെ ബോക്സിൽ നിന്ന് 1000 രൂപ എടുത്ത് മുന്നയുടെ കയ്യിൽ കൊടുത്തു. ഈ പൈസ ഞാൻ എടുത്തു വെച്ചു. 5000 രൂപയായി. ആ ബസ്സിനെ വീടാക്കി മാറ്റാൻ പണം ആവശ്യം വരില്ലേ, അല്ലേ?
നീ വിഷമിക്കണ്ട. ഇനിയും എന്റെ കയ്യിൽ ഒരു 3-4,000 രൂപയുണ്ട്. ഹാവൂ. മുന്ന 5,000 രൂപ എടുത്തുകൊണ്ട് ഓടി. മുന്ന 5,000 രൂപ സ്ക്രാപ്പ് ഡീലർക്ക് കൊടുത്തു. നിങ്ങൾ ഈ ഡബിൾ ഡെക്കർ ബസ് പിന്നിലുള്ള ഗ്രൗണ്ടിൽ കൊണ്ടുപോയി ഇടുമോ? ആ ശരി, ഞാൻ കൊണ്ടുപോയി ഇട്ടോളാം. വൈകുന്നേരം ആ ഡീലർ ഡബിൾ ഡെക്കർ ബസ് മൈതാനത്തിൽ വെച്ചു. അതിനുശേഷം മുന്ന മീന 2 പേരും അതിൽ പണിയെടുക്കാൻ തുടങ്ങി. മുന്ന ഒരു വെൽഡറെ കൊണ്ടുവന്ന് ബസ്സിലുള്ള സീറ്റുകളെല്ലാം എടുത്തു. അത് കഴിഞ്ഞ ബസ്സിൽ ഒരു അടുക്കളയും അവൻ ഉണ്ടാക്കി. ബസ്സിലുള്ള എല്ലാ സീറ്റും എടുത്ത് അവിടെ കിടക്കാനായി അവൻ നിർമ്മിച്ചു. നിങ്ങളുടെ വീട് റെഡിയായി. അപ്പൊ മീന ആ വെൽഡറിന് 2,000 രൂപ കൊടുത്തു. അങ്ങനെ ഒരുപാട് ദിവസത്തെ ശ്രമത്തിന് ശേഷം മീന മുന്നയുടെ ഡബിൾ ഡെക്കർ വീട് തയ്യാറായി. അവർ 2 പേരും എല്ലാ സാധനവും എടുത്തിട്ട് അവരുടെ ഡബിൾ ഡെക്കർ ബസ് വീടിനുള്ളിൽ പോയി. അമ്മേ, ഇനി വാടക കൊടുക്കേണ്ട ആവശ്യമില്ല. അതെ മോനെ, അത് മാത്രമല്ലാതെ മഴയോ വെയിലോ നമ്മൾ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഞാൻ ഒരിക്കലും ചിന്തിച്ചതില്ല ഞാനിങ്ങനെ ഡബിൾ ഡെക്കർ ബസ് വീട്ടിൽ ജീവിക്കുമെന്ന്. 2 പേരും അവരുടെ ഡബിൾ ഡെക്കർ ബസ് വീട്ടിൽ വന്ന് വളരെ സന്തോഷത്തിലിരുന്നു. കുറച്ചു നാള് കഴിഞ്ഞ് ഭയങ്കരമായ മഴ പെയ്യാൻ തുടങ്ങി. പക്ഷെ മുന്നേ മീനെ സന്തോഷത്തിലായിരുന്നു. ആദ്യമായി ഞാൻ മഴ കണ്ട് ഒരുപാട് സന്തോഷിക്കുന്നു. ഓരോ വർഷവും മഴവെള്ളത്തിൽ നമ്മുടെ വീട് നശിക്കുമായിരുന്നു. പക്ഷേ ഈ ഡബിൾ ഡെക്കർ വീട് വളരെ നന്നായിട്ടുണ്ട്. എത്ര വേഗത്തിൽ മഴ പെയ്താലും ഈ വീടിന് ഒന്നും സംഭവിക്കില്ല. മുന്ന, നീ വളരെ ബുദ്ധിശാലിയാ. വീണ്ടും അമ്മ മുന്നേ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു. മീന വളരെ സന്തോഷത്തിലായിരുന്നു. അവൾ ആ സന്തോഷത്തിൽ ചൂടായി പക്കോടയും ഉണ്ടാക്കിയിരുന്നു. അമ്മ മകൻ 2 പേരും വളരെ സന്തോഷത്തിൽ അവരുടെ ഡബിൾ ഡെക്കർ വീടിനകത്തിരുന്ന് പക്കോട കഴിച്ചു. മഴ കണ്ടവർ എൻജോയ് ചെയ്തുകൊണ്ടിരുന്നു. ഇതിനെയാണ് പറയുക പ്രശ്നത്തിനായുള്ള പുതിയ സൊല്യൂഷൻ. മുന്നയുടെ ഡബിൾ ഡെക്കർ ബസ് വീടിന്റെ ഐഡിയ അവർക്കതൊരു പരിഹാരമായിരുന്നു. അവനിപ്പോ വളരെ സന്തോഷത്തിൽ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നു. ഇപ്പൊ വാടക പൈസയും ലാഭമായിരുന്നു.